വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ധന്യ കൃഷ്ണൻ. വീഡിയോയിലേക്ക് പോകാം. ഞാൻ എന്നെ തന്നെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ധന്യ. എൻ്റെ വീട് ശരിക്കും തൃശ്ശൂരാണ്. തൃശ്ശൂർ ഭാഗത്താണ് എൻ്റെ വീട്. അപ്പം എന്നെ കല്യാണം കഴിച്ചു കൊടുത്തത് കോഴിക്കോട് പേരാമ്പ്ര ഭാഗത്താണ്. അപ്പോൾ എനിക്കൊരു കുഞ്ഞു മോളുണ്ട്, ദേവുട്ടി. അപ്പോൾ അവൾക്ക് 1 വയസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ പറ്റിയിട്ടൊന്നും ആദ്യമായിട്ടാണ് ഞാനിങ്ങനൊരു എന്നെ പറ്റിയിട്ടൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലൊരു വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ ആദ്യം ആൾ ഉറക്കി കിടത്തിയിട്ട് വീഡിയോ ഇടണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവൾ ഇരിക്കണമെങ്കിൽ ഞാൻ അവൾക്ക് എന്തെങ്കിലും കളിക്കാനോ കഴിക്കാനോ കൊടുക്കണം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ഇടണത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തിനാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. ഞാനൊരു വീട്ടമ്മയാണ്. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 വർഷത്തോളമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 2 വർഷത്തോളം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ടും പോവാണ്ട് വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എന്നെപ്പോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ഒരു കൈസഹായമായിക്കോട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാൻ കല്യാണത്തിന് മുന്നേ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സംഭവം. പക്ഷെ ഇതൊന്നും ഞാൻ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതപ്പോൾ ഞാനൊരു നിസ്സാരം പോലെ ഇട്ടു. പക്ഷെ ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വില മനസ്സിലാവുന്നുണ്ട്. നമുക്കിത് തുടങ്ങിയാൽ അല്ലെങ്കിൽ ഇതൊന്ന് പച്ച പിടിച്ച് തുടങ്ങിയാൽ നമുക്ക് നല്ലതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഒന്നും കൂടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാനും ദേവൂസും പിന്നെ എൻ്റെ ഫാമിലിയിലെ എല്ലാ വിവരങ്ങളും ഞാൻ ഈ ഒരു യൂട്യൂബ് വീഡിയോ കൂടെ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ യൂട്യൂബ് ഇൻകം കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കത് ഉപയോഗിക്കുമല്ലോ. നമുക്കിപ്പോൾ ഒരാളെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തിരിക്കുക പറയുന്നത് എപ്പോഴും നമുക്ക് ആ ആളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആൾക്കും പല സാഹചര്യങ്ങളും പല കാര്യങ്ങളും നമ്മുടെ പോലെ തന്നെ പല ആഗ്രഹങ്ങളും ഉള്ളൊരു വ്യക്തിയാണ് ആൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ നേരം നമ്മളുടെ പാരൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അവരുടെ നമുക്ക് എപ്പോഴും നമുക്ക് കൈനീട്ട് ചോദിക്കാൻ പറ്റില്ല. അത് അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നെപ്പോലെ കണ്ടോ വീട്ടമ്മമാർക്ക്, കുട്ടികളുള്ള വീട്ടമ്മമാർക്കൊന്നും നമുക്ക് ഇങ്ങനെ പുറത്ത് പോയി ജോലി ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര അവിടെ ഇരുന്ന് കഴിച്ചു. ടാറ്റ അണിച്ച ഉമ്മടുത്തു ഉമ്മ ഉമ്മടുത്തു ഉമ്മടുത്തു ഉമ്മ. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കൊരു വയസ്സുള്ള ഒരു കുട്ടിയുള്ള സ്ഥിതിക്ക് നമുക്ക് അവളെയും വെച്ചിട്ട് ജോലിക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഇനിയിപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 5 വയസ്സാവണം. പിന്നെ നോക്കാനായിട്ട് നമുക്ക് അതിൻ്റേതായ ആൾക്കാർ നമുക്ക് വേണം. അപ്പോൾ അതൊന്നും നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു വരുമാനം എന്ന് പറയുമ്പോൾ അത് നമുക്ക് കിട്ടാനില്ല. നമുക്ക് നമ്മുടേതായ ഒരു വരുമാനം എന്ന് പറയുന്നത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമുക്ക് കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ തന്നെയാണ് നമുക്ക് നമ്മുടെ പോലുള്ള വീട്ടമ്മമാർക്കൊക്കെ അത് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇനിയിപ്പോൾ എന്നെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. പേരാമ്പ്ര ഭാഗത്താണ്, കോഴിക്കോട് പേരാമ്പ്ര ഭാഗത്താണ് ഞങ്ങളുടെ വീടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബമാണ്. ഞങ്ങൾ അമ്മ പിന്നെ 3 മക്കൾ, അമ്മയുടെ 3 മക്കൾ. അതിൽ മൂത്ത മകനാണ് എൻ്റെ ഭർത്താവ്. പിന്നെ അപ്പം ഞാനും ചേട്ടനും കുട്ടിയും പിന്നെ രണ്ടാമത്തെ അനിയനുണ്ട്, ആളുടെ ഭാര്യയും കുട്ടിയും. അപ്പോൾ രണ്ടാമത് ഗർഭിണിയാണ്, ഒരു 8 മാസത്തോളമായിട്ടുണ്ട്. പിന്നെ 3ാമത്തെ ഒരു അനിയനും കൂടി. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈന്തപ്പഴമാണ് അവൾക്ക് കൊടുക്കണത്. പക്ഷേ തൊണ്ടയെ കുടുങ്ങും എന്നുള്ളതൊക്കെ നല്ല പേടിയുണ്ട്. തന്നെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും.
ഒക്കെ തന്നെ ഇരുന്ന് കഴിക്കും. ചോറ് കഴിക്കൂല കേട്ടോ, അത് വേറെ കാര്യം. ചോറ് എന്ന് പറഞ്ഞ സാധനം വായിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അവള് ഒക്കെ തിരിച്ചാറ്റും. പേടിയാണ്, തൊണ്ടേ കുടുംബമുള്ള പേടിയുണ്ട്, എന്നാലും അവൾക്കത് കിട്ടിയേ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ പരമാവധി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ പരമാവധി ശ്രമിക്കും ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൻ നിൽക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു ദിവസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.